ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുർത്തിയിൽ എങ്ങനെയാണ് പീറ്റർ പാൻ കോളർ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുർത്തി ഞാൻ അതിൻ്റെ അളവുകളെല്ലാം വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഫസ്റ്റ് ഫ്രണ്ട് പീസിൽ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ച്. അതേപോലെ ഇതിപ്പോൾ ഞാൻ 14 വയസ്സുള്ള കുട്ടിക്കാണ് തയ്ക്കുന്നത്. അപ്പം നമ്മൾ മുതിർന്നവർക്കാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ എത്രയാണ് വിഡ്ത്ത് സാധാരണ കുർത്തക്ക് അത്ര എടുക്കാം. അതേപോലെ നമുക്ക് നെക്കിൻ്റെ ഇറക്കം അധികം ഇറക്കി കൊടുക്കണ്ടേ. ഞാനിത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മളത് വലിയവർ എടുക്കുകയാണെങ്കിൽ 4 ഇഞ്ചൊക്കെ നമുക്ക് കൊടുക്കാം. അതിൽ കൂടുതലായിട്ട് കൊടുക്കേണ്ട. നമ്മൾ കുറച്ച് കായത്തിന് കുടുങ്ങിക്കിടക്കുന്നതാണ് ഇതിന് ഭംഗി. ഇതിൻ്റെ ഷോൾഡറിലെല്ലാം സെയിം തന്നെ നമ്മൾ സാധാരണ കുർത്തക്ക് എടുക്കുന്ന അത്ര തന്നെ മതിയാവും. എക്സ്ട്രാ കൂടുതലൊന്നും ആവശ്യമില്ല. ഇനി ഞാനിതാ ഫ്രണ്ടിലെ പീസ് മാറ്റി കൊടുത്തിട്ട് ബാക്കിലെ പീസ് അടയാളപ്പെടുത്തി കൊടുക്കണം. ബാക്കിലെ പീസിൻ്റെ വിടുത്തെടുത്തത് 2.5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഇറക്കവും അധികം ഞാൻ ബാക്കിലെ പീസ് ഇറക്കുന്നില്ല, 2 ഇഞ്ച് മാത്രമാണ് ഇറക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ബോക്സാക്കി വരച്ചിട്ട് ഇതേപോലെ റൗണ്ട് നെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നെക്ക് ഇത് നമ്മൾ കുടുക്കിയിട്ടാണ് നെക്ക് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കഴുത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കൊടുക്കണം. ഒരു 3 ഇഞ്ച് താഴെ നമ്മൾ ബാക്ക് പീസിൽ സെൻറ്ററായിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ബാക്കിലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലെ നെക്കും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിലെ പീസ് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ 3 ഇഞ്ച് ഇതേപോലെ ഓപ്പണിന് വേണ്ടി അടയാളപ്പെടുത്തിയിരുന്നു, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിത് ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു വേറൊരു ഡ്രസ്സ് അടിച്ചതിൻ്റെ വേസ്റ്റ് പീസായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു തുണിക്ക് മാച്ചായിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ പീറ്റർ പാൻ കോളർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ നെക്ക് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുകളിൽ ഒരു 1/4 ഇഞ്ചൊന്ന് നമ്മൾ കയറ്റിയായി തുണി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതേപോലെ നമുക്ക് നെക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു നെക്ക് അടയാളപ്പെടുത്തിയെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേട്ടോ, ഒരു 1/4 ഇഞ്ച് എന്തായാലും വേണം. നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ആ ഒരു തയ്യൽ തുമ്പിന് ആവശ്യമായിട്ടാണ് നമ്മൾ മുകളിൽ ഒരു 1/4 ഇഞ്ച് നമ്മൾ വെക്കുന്നത്. ഇനി നമ്മൾ ഈ നെക്ക് അടയാളപ്പെടുത്തിയെടുത്ത് നമ്മൾ ഇതേപോലെ ടാപ്പ് വെക്കുക. എന്നിട്ട് 3 ഇഞ്ച് താഴെ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ ഒരു നെക്കിന് കണക്കായിട്ട് തന്നെ ടാപ്പ് വെക്കണം കേട്ടോ. എന്നിട്ട് റൗണ്ടായിട്ട് 3 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് വരുന്നിടത്ത് ഒരു 1/2 ഇഞ്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ ഒരു ബോക്സ് ടൈപ്പ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ വി ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു കർവ് ഷേപ്പാണ് കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് അവിടെ വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് ഒരു കർവ് ഷേപ്പ് കൊടുത്തിട്ട് നമ്മൾ ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിലൂടെ വരച്ചെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയത് നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ജോയിൻ വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്താൽ നമുക്കിത് 4 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് കയ്യിൽ വരുന്ന ഇതേപോലെ വേസ്റ്റ് പീസൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഡ്രസ്സിന് ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും ഇതേപോലെയൊക്കെ. ഇനി ബാക്കിലെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതിൻ്റെ സൈഡിൽ കട്ട് ചെയ്ത പീസിൽ നിന്നാണ് ബാക്കിലെ നെക്ക് എടുക്കുന്നത്. അപ്പോൾ ബാക്കിലെ നെക്ക് ഇതേപോലെ ഈ ഒരു പീസിൽ വെക്കുക. അപ്പോൾ വെക്കുന്നേരം ശ്രദ്ധിക്കണം, നമ്മൾ ഓപ്പൺ കൊടുക്കാൻ വേണ്ടി 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ 3 ഇഞ്ചിനേക്കാൾ 2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ കൂടുതലായിട്ട് വേണം തുണി താഴേക്ക് വേണ്ടത്. എന്നിട്ട് ഇതേപോലെ നെക്കിൻ്റെ ഭാഗം വരുന്നിടത്ത് വെച്ചതിന് ശേഷം നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്കിലെ നെക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ബാക്കിലെ പീസ് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ബോക്സ് ടൈപ്പായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കിൽ ഓപ്പൺ കൊടുത്തിട്ടില്ലേ, ആ ഓപ്പൺ ഇതിലും നമുക്ക് 3 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ സെൻറ്ററിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നെക്ക് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഓപ്പണിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തില്ല, അത് ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം അതും നമുക്ക് ഇതേപോലെ കട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. തയ്ക്കുന്നതിന് ഇതേപോലെ തന്നെ ബാക്കിലെ നെക്ക് തയ്ക്കാൻ വേണ്ടി എടുത്ത പീസിൻ്റെ 2 സൈഡ് ഞാൻ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ താവ് വരുന്നത് നമ്മൾ അരികു വശമായതുകൊണ്ട് ഞാൻ അവിടെ മടക്കി തയ്ക്കുന്നില്ല. നമുക്ക് അരികു വശം അല്ലെങ്കിൽ അവിടെയും നമുക്കൊന്ന് അരയിഞ്ച് വെച്ച് മടക്കി തയ്ക്കണം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡ് മാത്രമാണ് ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുക്കുന്നത്. ഇതേപോലെ അരയിഞ്ച് വെച്ചിട്ട് ഞാൻ മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഈ ഒരു പീസ് വെക്കുക. എന്നിട്ട് നല്ല നെക്കൊക്കെ കൃത്യമായിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നെക്ക് ഇതേപോലെ റൗണ്ടായിട്ട് തയ്ച്ചിട്ട് അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടില്ലേ, അവിടം വരെ ഇതേപോലെ വന്ന് അവിടം വരെ തയ്ക്കുക. എന്നിട്ട് അവിടെ വരുമ്പോൾ താല് വരുമ്പോൾ അവിടെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് മുകളിലേക്ക് തയ്ച്ച് വരിക. എന്നിട്ട് വീണ്ടും അടുത്തത് നമുക്ക് നെക്കിലേക്ക് തന്നെ തയ്ച്ച് വരാൻ. എന്നിട്ട് നമ്മൾ കട്ട് കൊടുക്കുമ്പോൾ സ്റ്റിച്ചിനോട് ഏറ്റവും അടുത്തായിട്ട് നമ്മൾ കട്ട് കൊടുക്കാം, നിർബന്ധമായിട്ട് കട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു കോണ് വരുന്നിടത്ത് നമുക്ക് 2 ഭാഗത്തുള്ള എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിടുക. എന്നിട്ട് കത്രികയോ എന്തെങ്കിലും കൊണ്ട് നമുക്കിതൊന്ന് കോർണറൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിനൊന്ന് പതിച്ചടിക്കണം. നെക്കിന് കണക്കായിട്ട് നമ്മൾ ഇതേപോലെ പതിച്ചടിക്കുക. എന്നിട്ട് ഈ ഓപ്പൺ വരുന്നിടത്ത് ഇതേപോലെ വന്ന് താഴോട്ട് തയ്ക്കുക. എന്നിട്ട് ആ ഒരു കോർണറിൽ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് മുകളിലേക്ക് തയ്ച്ച് ഇതേപോലെ നെക്കിലേക്ക് തന്നെ തയ്ച്ച് വരാം.
ഇനി ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ നെക്ക് തയ്ച്ചെടുക്കാൻ വെച്ച ഈ ഒരു പീസില്ലേ ഇത് നമ്മൾ ബോക്സ് ടൈപ്പ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നു. ആ ഒരു ബോക്സ് ടൈപ്പ് തന്നെയായിട്ട് നമുക്കിത് ഇതേപോലെ തയ്ച്ചെടുക്കാം. ഇതിൻ്റെ അരിക്ക് വശം വെച്ചിട്ട് നമുക്കിത് ഇതേപോലെ 3 സൈഡ് നമുക്ക് തയ്ച്ചെടുക്കാൻ കണ്ടോ. ഇതേപോലെ തയ്ച്ചെടുത്ത് നല്ല വൃത്തിക്ക് ഇത് മുകളിലേക്ക് ഈ ഒരു പീസ് വരാത്ത രീതിയിൽ നമുക്കവിടെ ഫിക്സ് ആയിട്ട് തന്നെ നിൽക്കും. ഇതേപോലെ തയ്ച്ചെടുക്കാം. ഇനിതാ നമ്മളെ ബാക്ക് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൽ എങ്ങനെയാണ് പീറ്റർ പാൻ നെക്ക് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ നെക്കിന് വരുന്ന ഈ ഒരു പീസ് 4 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 2 പീസ് ഇതേപോലെ ഒന്നിച്ച് വെക്കുക. നല്ല വശം ഒന്നിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ തയ്ച്ച് മുകളിലേക്ക് വരിക. അപ്പോൾ 4 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കേണ്ടത്. അതിൽ കൂടുതലായി തയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ അളവ് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ അരിക്ക് വശം വെച്ചിട്ട് 4 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ 2 പീസ് ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. എന്നിട്ട് ഈ തയ്ച്ചതിൻ്റെ അരികിൽ ഇതേപോലെ കട്ടിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ കട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഈ പീസിന് നമുക്കൊന്ന് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വെച്ചിട്ട് നമുക്കിതിനെ പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിതാ ഇതേപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ പീസ് വരുന്നത് പതിച്ചടിച്ച് കൊടുക്കണം. ഇനി ഫ്രണ്ട് പീസിൻ്റെ മോശം വശത്താണ് ഇതേപോലെ നമ്മൾ കോളർ വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ സെൻറ്ററിൽ വെക്കുക രണ്ടും. എന്നിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഒന്ന് സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ ഒരു നെക്കിൻ്റെ. അപ്പോൾ അല്ലാതെ നമ്മൾ ഒരു തറ്റയിൽ നിന്ന് തുടങ്ങരുത്, കാരണം നമുക്ക് സെൻറ്റർ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ ഇതേപോലെ ഒരു അടയാളം കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് വേണം നമ്മൾ ഇതേപോലെ കോളർ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കണം, നമ്മൾ മോശം വശത്താണ് വെച്ചിട്ട് ഈ ഒരു കോളർ തയ്ക്കുന്നത്. ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ സെൻറ്ററിൽ ഇതേപോലെ വെച്ചത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ വെച്ചിട്ട് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കയ്യിലുള്ള ഏതെങ്കിലും ക്ലോത്തിന് നമുക്ക് ചേരുന്ന ഒരു പ്രിൻറ്റഡ് ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചു കൊടുത്താൽ നല്ല ഭംഗിയും കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു സൈഡിലുള്ള തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലുള്ള വെക്കുമ്പോൾ ഇതിനോട് ഏറ്റവും അടുത്തിട്ട് നമുക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല. ഏറ്റവും അടുത്തിട്ട് വെച്ചിട്ട് തന്നെ ഇതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഞാൻ കട്ടിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു റൗണ്ടായിട്ട് തന്നെ ഞാൻ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ല വശത്താണ് കേട്ടോ മറിച്ചിടുന്നത്. ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ഇതേപോലെ കോളർ ഇതേപോലെ ഫ്രണ്ടിലേക്ക് മറിച്ചിടുക. എന്നിട്ട് അവിടെ നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ പതിച്ചെടുക്കാം. ഇത് നമ്മൾ അടുത്തിട്ട് തന്നെ വെക്കണം. നമ്മളൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് 2 പീസും വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെൻറ്ററിൽ ഗ്യാപ്പ് കാണും. അതുകൊണ്ട് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഷോൾഡർ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. 2 സൈഡിൽ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു നെക്ക് ഡിസൈൻ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. കാരണം ഞാൻ കുർത്തിൻ്റെ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഈ ഒരു പീറ്റർ പാൻ നെക്ക് എങ്ങനെയാണ് വരുന്നതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനൽ ലുക്ക് വരുന്നത് ഇതേപോലെ ഞാൻ സെൻറ്ററിൽ കുറച്ച് പേകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 പേൾ വീട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഹുക്കാണ് വരുന്നത്. ഹുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ബാക്കിൽ വലിയ പേൾ വീട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ലീവിന് ഞാൻ ഈ ഒരു നെക്കിൻ്റെ സെയിം പ്രിൻറ്റഡ് ക്ലോത്ത് വെച്ച് സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.